ലെന ജോണിൻ്റെ ഉള്ളിൽ എങ്ങനെ വിഷാംശം ചെന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും എന്തുകൊണ്ടാണ് ഒരു രണ്ട് ആളുകളുടെ പേരിൽ ആരോപണം കേൾക്കുന്നത്, അവരെങ്ങനെ ലെനയുമായി ബന്ധപ്പെട്ടു എന്നുള്ളതും അല്ലെങ്കിൽ ലെനയുമായിട്ട് അവർക്ക് എന്താണ് ബന്ധം എന്നുള്ള കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വിഷം ഉള്ളിൽ ചെന്നാൽ ഒരിക്കലും ഹോട്ടലിൽ ഒരു കുഴിമന്തി കഴിച്ചിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് വിഷം ഉള്ളിൽ ചെല്ലില്ല. നമസ്കാരം. തൃശൂർ മദർ ആശുപത്രിയിലെ നഴ്സ് ലെന ജോണിന്റെ മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ. കുഴിമന്തി കഴിച്ചാണ് വിഷാംശം ഉള്ളിൽ ചെന്നതെങ്കിൽ അവിടെ നിന്നും കഴിച്ച മറ്റുള്ളവർക്കും വിഷബാധ ഏൽക്കേണ്ടതല്ലേ എന്നും UNAയുടെ സജീവ പ്രവർത്തകയായിരുന്ന ലെനയെ ആശുപത്രി മാനേജ്മെന്റുകൾ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണോ എന്ന സംശയവും ഉണ്ടെന്നും ജാസ്മിൻ ഷാ മറുനാടനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ ഉടനെ UNAയുടെ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക് ഉജ്ജ്വലമായ പിന്തുണ സംഘടന കൊടുത്തിട്ടുണ്ട്. ലെന ജോണിൻ്റെ ഉള്ളിൽ എങ്ങനെ വിഷാംശം ചെന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് മാതാപിതാക്കൾ പറയുന്ന പോലെ ഒരു CBI എൻക്വയറിക്ക് സർക്കാർ തയ്യാറാവണം. ഉജ്ജ്വലമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും എന്തുകൊണ്ടാണ് ഒരു രണ്ട് ആളുകളുടെ പേരിൽ ആരോപണം കേൾക്കുന്നത്, അവരെങ്ങനെ ലെനയുമായി ബന്ധപ്പെട്ടു എന്നുള്ളതും അല്ലെങ്കിൽ ലെനയുമായിട്ട് അവർക്ക് എന്താണ് ബന്ധം എന്നുള്ള കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനുണ്ട്. മാത്രമല്ല 3 ദിവസമായി IELTS പരീക്ഷ എഴുതാനും എന്ന് പറഞ്ഞിട്ടാണ്, ശരിക്കും കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണ് ലെന പോകുന്നത്. പക്ഷേ അത്തരമൊരു സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നീട് ഞങ്ങളടക്കം അന്വേഷണത്തിന് മനസ്സിലായിട്ടുണ്ട്. മാതാപിതാക്കൾ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വിഷം ഉള്ളിൽ ചെന്നാൽ ഒരിക്കലും ഹോട്ടലിൽ ഒരു കുഴിമന്തി കഴിച്ചിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് വിഷം ഉള്ളിൽ ചെല്ലില്ല. അപ്പോൾ അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം പ്രഥമദൃഷ്ട്യാ വ്യക്തമായിട്ടാണ്. കൃത്യമായിട്ടുള്ള നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം. അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗംഭീരമായ നടപടികളിലേക്ക് സർക്കാർ കാണണം. അല്ലാത്ത പക്ഷം മാതാപിതാക്കൾക്ക് വലിയ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള സമരങ്ങൾക്ക് UNA നേതൃത്വം കൊടുക്കും. ലെന ഒരു ആക്റ്റീവ് UNA മെമ്പറായിരുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ വല്ല ഇടപെടലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. കാരണം സമരത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് ഇത്തരമൊരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ മറ്റു കൈകളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ KPHA അടക്കം പല വാദങ്ങളും നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നേതാക്കന്മാരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല ആശുപത്രികളിലും നടന്നു നോക്കുമ്പോൾ ലെനയുടെ മരണവും ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ ഒരു ഉജ്ജ്വലമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. മാതാപിതാക്കൾ ആവശ്യപ്പെട്ട, എനിക്കൊന്ന് അച്ഛനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. SPക്ക്, ആലുവ റൂറൽ SPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ അമ്മയും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കളോടൊപ്പം ഉജ്ജ്വലമായി നിൽക്കുക എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട്. വളരെ കൃത്യമായിട്ടുള്ള വിശദമായ അന്വേഷണം വേണം. ഒരാളെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റുകൾക്ക് പങ്കുണ്ടെങ്കിൽ ആ കാര്യവും അന്വേഷിക്കണം എന്നുള്ളതാണ് UNAക്ക് പറയാനുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം. നഴ്സിംഗുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനായി ആലുവയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാണ് ലെന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മാർച്ച് 24-ന് ആലുവയിൽ വെച്ച് സുഹൃത്തുക്കൾക്കൊപ്പം കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ ലെനയ്ക്ക് കടുത്ത അസ്വസ്ഥതയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. BP കുറഞ്ഞ് അവശയായ ലെനയെ ആദ്യം സമീപത്തെ ആശുപത്രിയിലും പിന്നീട് രാജഗിരി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് പിതാവിന് ലഭിച്ച വിവരം. ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയാണെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കുടുംബത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചു. വിഷം ഉള്ളിൽ ചെന്നാണ് ലെന മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ലെനയ്ക്ക് ഇതിനിടയിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ആരോ മനഃപൂർവ്വം അപായപ്പെടുത്തിയെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത്.